എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. കുറച്ച് ബീഫ് കറിയും പൊറോട്ടയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്നിരിക്കുന്നത്. മോൾക്കറിയോ ഏതാ ഡിഷ് എന്ന്? കൊത്തു പൊറോട്ടയാണ് ഞങ്ങളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് പ്രിപ്പയർ ചെയ്യാം. ബീഫ് കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 8 പൊറോട്ടയാണ്. ഈ പൊറോട്ട നമുക്കൊന്ന് ചെറുതാക്കി കഷ്ണങ്ങളാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പൊറോട്ട ഇങ്ങനെ ഒന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ മീൻ വെട്ടുന്ന കത്രിക കൊണ്ടാണ് ഇതേപോലെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കണം. ഇപ്പം ഞാൻ 8 പൊറോട്ടയും നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കണം. ഇത് കാണാമെന്ന് വിചാരിക്കണം. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഇത് അധികമൊന്നും വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇപ്പം മസാലകളുടെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 5 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെടുക്കുന്ന പൊറോട്ടയിലും ബീഫിലും ഉപ്പുള്ളതാണ്. അതുകൊണ്ട് ഈ സവാളയ്ക്കും ഈ കോഴിമുട്ടയ്ക്കും ആവശ്യമുള്ള ഉപ്പ് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുത്തതിന് നിങ്ങൾ അത് ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ കോഴിമുട്ടയൊക്കെ നന്നായിട്ട് സ്ക്രാമ്പിൾ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 500 ഗ്രാം ബീഫ് കറിയാണ് എടുത്തിരിക്കുന്നത്. ഈ ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവരൊക്കെ പോയി കാണൂ കേട്ടോ. ഇപ്പോൾ ബീഫ് സ്ക്രാമ്പിൾ ചെയ്ത മുട്ടയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊറോട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി പീസാക്കി വെച്ചിരിക്കുന്ന 8 പൊറോട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം.
പൊറോട്ട നമ്മൾ ബീഫായിട്ടും നേരത്തെ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബീഫ് കറി നമ്മൾ മുമ്പുണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഐ ബട്ടണിലും കൊടുക്കാം. അപ്പോൾ അത് പോയി കണ്ടു നോക്കൂ. പിന്നെ ഇതിൽ എരിവ് ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ശ്രദ്ധിച്ച് നോക്കണം. അതാ സമയത്ത് കുറച്ചെടുത്ത് ടേസ്റ്റ് നോക്കണം. കാരണം ഇതിൽ ബീഫിലാണെങ്കിലും പൊറോട്ടയിലാണെങ്കിലും ഉപ്പും അതുപോലെ തന്നെ എരിവും ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ ഉപ്പും എരിവൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതും ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ബീഫ് കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം. ഓക്കെ.